നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ വെള്ളറട സംഭവം വലിയൊരു ഞെട്ടലായി തന്നെ നിൽക്കുകയാണ്. ഒരുപാട് ദുരൂഹതകൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ വീട്ടിൽ ജോസിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ദിവസം അവിടെ കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ പ്രജിന്റെ മുറിയിൽ കയറിപ്പോയി എന്ന് സഹോദരി വെളിപ്പെടുത്തിയ സംഭവം. പക്ഷെ ആ വീട്ടിലെ ആർക്കും അത് ആരാണെന്ന് അറിയില്ല, ആ നാട്ടിലുള്ളവർക്ക് പോലും അറിയില്ല. കാരണം അവര് പിന്നീട് തൊട്ടടുത്ത ദിവസം അവരെ വീണ്ടും കണ്ടത് അവിടുത്തെ അടുത്തുള്ള കുട്ടികളാണ്. അതായത് ആ കല്ലറയിൽ അവരെ കണ്ടു എന്ന് ചില കുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചാണ് അവരെത്തിയിരുന്നത്. അപ്പോൾ ഈ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയത് ആരാണ് എന്നത് ഒരു വലിയ ചോദ്യമായി ഉയർന്നു നിൽക്കുകയാണിപ്പോൾ. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തത വന്നിരിക്കുന്നത് അതൊരു സ്ത്രീയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബവുമായി ബന്ധമില്ലാത്ത, ആ നാട്ടിൽ ആർക്കും അറിയാത്ത ഒരാൾ എങ്ങനെ അവിടെ എത്തി, അവിടെ ഒരു കൊലപാതകം നടന്നു എന്ന് എങ്ങനെ അവർക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റാർക്കും പ്രവേശനം ഇല്ലാതിരുന്ന പ്രജിന്റെ മുറിയിൽ അവർക്ക് എങ്ങനെ കയറാൻ കഴിഞ്ഞു, അതും ഒരു ചോദ്യമാണ്. അത് നമ്മൾ അതിൽ തന്നെ പറഞ്ഞല്ലോ, പ്രജിൻ അർദ്ധരാത്രി കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ അർദ്ധരാത്രി കഴിഞ്ഞാൽ പ്രജിൻ പുറത്തു പോവാറുണ്ടെന്നും എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയാറില്ല എന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പ്രജിന്റെ റൂമിൽ നിന്നും കണ്ടുകിട്ടിയ ചില വസ്തുക്കൾ അതെല്ലാം ദുർമന്ത്രവാദത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നഖങ്ങൾ, അതുപോലെ തന്നെ തലമുടി തുടങ്ങിയ സംഭവങ്ങളെല്ലാം ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നവയാണെന്നാണ് കേട്ടുകേൾവി. ഈ നഖവും മുടിയും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയും? അതിപ്പോ ദുർമന്ത്രവാദം അറിയുന്നവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പറയാറുണ്ടല്ലോ, സന്ധ്യ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി ചെയ്യരുത്, ചിക്കിറക്കരുത് എന്നൊക്കെ പറയുന്നത് അതെല്ലാം പറയുന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞ ദുർമന്ത്രവാദികള് പണ്ട് നമ്മുടെ കാലത്ത് കേരളത്തിൽ തന്നെ ഇതിനെല്ലാം മുൻപേ കുറച്ചൊരു വളരെ സിനിമാറ്റിക് ആയിട്ട് നമ്മളെല്ലാം അറിഞ്ഞതുമായ ഒടിയന്റെ കഥയെ കുറിച്ച് പറയുന്നതാണ്. ഒടിയൻ എന്ന് പറയുന്ന കഥ മാത്രമല്ല, പക്ഷെ ഒടിയൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കത് തറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം കേട്ടുകേൾവി മാത്രമാണ്. ഈ ഒടിമരുന്ന് അറിയുന്നവർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പേടിച്ചിട്ടുമുണ്ട്. ഒടിയൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒടിമരുന്ന് പാലക്കാട് ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. വരുത്തുപോക്ക് അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ കേരളത്തിൽ അതുണ്ട്. പിന്നെ ഈ ഒരു എണ്ണ തേച്ചു കഴിഞ്ഞാൽ അത് അദൃശ്യനാകാനുള്ള കഴിവ് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കുണ്ട്. അവരാണ് ഈ ഒടിവേഷം കെട്ടുന്നത്, കന്നുകാലികളുടെ എല്ലാം വേഷം കെട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒടിയൻ സിനിമയിൽ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒടിയൻ സിനിമ എന്ന് പറയുന്നത് മിക്കവാറും ഈ പാലക്കാടൻ ഗ്രാമങ്ങളിൽ കേട്ടിട്ടുള്ള ആ ഒരു കഥ തന്നെയാണ് ആ സിനിമയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സമുദായം ഉണ്ടായിരുന്നു, അവർക്കിത് കഴിയുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇത്രയും വലിയൊരു ഇന്ന് കാണുന്ന രീതിയിലായിരുന്നില്ല. പക്ഷെ അതൊന്നും ഒടിയൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതെല്ലാം പറയുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും സ്വന്തം അച്ഛനെ കൊല്ലുന്ന രീതിയിലേക്കൊന്നും ഈ ഒടിയൻ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളധികം കൊലപാതകങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കെട്ടുകഥകൾ അല്ലെങ്കിൽ അത് പക്ഷെ അന്ന് അതിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, ജന്മി കുടിയാൻ വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് ജന്മിത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒടിയന്മാർ വർക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒടിയന്മാരുണ്ടായിരുന്നെന്നും ഒരു ജന്മിക്കെങ്കിലും അറിയാമായിരുന്നെന്നും ജന്മി പറയുന്നതിനനുസരിച്ചാണ് ഒടിയൻ ഇങ്ങനെ ചെയ്തിരുന്നത് എന്ന് പറയുന്നത് ഒരുപക്ഷെ കേസിൽ നിന്നുള്ള, അല്ലെങ്കിൽ അന്ന് കാലത്ത് വലിയ കേസൊന്നും ഇല്ലെങ്കിൽ പോലും അത് ഒടിയനാണ് കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് കേസില്ല, ആരും ചോദിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി കൂടി ഇതിനുണ്ടായിരുന്നു എന്ന് അത് ചിലപ്പോൾ ഉള്ള ഒരു ചരിത്രത്തിലുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടി അത് പറഞ്ഞു വരുത്തിയതുമായി കൂടാ. അത് പറഞ്ഞു അത് ഒടിയനാണ് ചെയ്തതെന്ന് പറയും. പക്ഷെ ചെയ്യുന്നത് ഒടിയൻ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആൾക്കാരെക്കാൾ കൂടുതൽ അയാൾ അങ്ങനെ വേഷം കെട്ടിയിട്ടുണ്ടാകാം. പക്ഷെ കൊല്ലുന്നത് ഒരു പക്ഷേ മുതലാളിയുടെ ആൾക്കാർ തന്നെ ആയിരിക്കാം. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇവിടെ ഈ വെള്ളറടയിലെ പ്രജിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് അത്ര നിസ്സാരമോ ഒരു കേട്ടുകേൾവിയോ കെട്ടുകഥയോ അത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, അതായത് സാത്താൻ സേവ എന്നൊന്നുണ്ട്, സാത്താനെ പ്രീതിപ്പെടുത്താൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പിതാവിനെ സ്വന്തം കൈകൊണ്ട് വെട്ടിക്കൊല്ലുന്നു എന്ന് മാത്രമല്ല, അമ്മ ദൃക്സാക്ഷിയാണ്. ദേഹത്ത് കയറിയിരുന്ന് കഴുത്തറക്കുന്ന ദൃശ്യം അമ്മ തന്നെ കാണുകയാണ് ചെയ്യുന്നത്. അതില്
മറ്റൊരു കാര്യം കൂടി ഉള്ളത്, പ്രജിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ദേഷ്യം ഉണ്ടായിരുന്നത് അമ്മയോടാണ്. കാരണം അമ്മ പൈസ കൊടുക്കില്ല, അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്താൻ ശ്രമിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. പക്ഷേ പൈസയൊക്കെ കൊടുത്തിരുന്നത് അച്ഛനാണ്. അച്ഛനോടാണ്. അമ്മയോട് പകയുണ്ടായിട്ട് എന്തുകൊണ്ട് അച്ഛനെ കൊലപ്പെടുത്തി? അത് വളരെ നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ അമ്മയോട് പകയുണ്ടെങ്കിൽ അമ്മ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അച്ഛനെ കൊന്നാലായിരിക്കുമല്ലോ. അച്ഛനെ സ്വന്തം മകൻ കഴുത്തറുത്ത് കൊല്ലുന്നത് കാണുന്നതിനേക്കാൾ ഒരു വേദന ഒരു അമ്മയ്ക്ക് വേറെ ഉണ്ടാവാനില്ലല്ലോ. അപ്പോ അതൊക്കെ ചെയ്യുന്ന ഒരു മകൻ തീർച്ചയായിട്ടും അവനൊരു മനോരോഗിയല്ല, അവനൊരു സാഡിസ്റ്റ് ആണ്, അവനൊരു ക്രൂരനായ കൊലയാളിയാണ്. അവനൊരു മനോരോഗിയുടെ പശ്ചാത്തലം കൊടുക്കല്ലേ. ഇപ്പോൾ ആ അമ്മയുടെ അവസ്ഥ വളരെ ദാരുണമാണ്, അതിദാരുണമാണ് അവസ്ഥ. കാരണം ആ അമ്മയെ ഇപ്പോൾ വെള്ളറടയിലെ ആ വീട്ടിൽ നിന്ന് ചാരുവിളാകം ബംഗ്ലാവിൽ നിന്ന് മാറ്റുകയാണ്. ആ വീട്ടിൽ തനിക്കിനി നിൽക്കാൻ കഴിയില്ല എന്ന് ആ അമ്മ പറയുന്നു. എന്നെ എവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റൂ. അത്രത്തോളം ഭീതിതമായ ഒരു അവസ്ഥ നേരിൽ കാണുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ അത് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. പറയുന്ന നമുക്ക് എത്രത്തോളം ഒരു വിങ്ങൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ആ ദൃശ്യം നേരിട്ട് കണ്ട ആ അമ്മയുടെ അവസ്ഥ അതിദാരുണമായിരിക്കും. നമുക്കിപ്പോൾ പറയാനുള്ളത്, ഈ പ്രജിന് പിന്നിൽ മറ്റേതൊക്കെയോ ഒന്നെങ്കിൽ ഒരു റാക്കറ്റ് അല്ലെങ്കിൽ ഒരു മാഫിയ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഇത് തിരുവനന്തപുരത്ത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരവുമായി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിന്റെ ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക്. ഇതിനു മുൻപ് ഇത്തരം കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ സാത്താൻ സേവ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കൊച്ചിയിലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പക്ഷേ കൊച്ചിയിലുള്ളതിനേക്കാൾ കൂടുതൽ ഇത്തരം കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടെന്ന കേഡറിന്റേത് ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങൾ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. കേഡൽ ഈ പ്രജിനും ഈ കേഡൽ വിഷയവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു സംശയവും കൂടി. രണ്ടും സാത്താൻ സേവക്കാരാണ്. സാത്താൻ സേവയാണ്, രണ്ടും ചെറുപ്പക്കാരാണ്, രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ്. അവരാണ് ഈ സാത്താൻ സേവയിൽ വീണുപോയത്. അതുപോലെ തന്നെ ഇപ്പൊ കൊച്ചിയിലെ സാത്താൻ സേവയിലേക്ക് പോകുന്ന ആൾക്കാര് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ഇത് പോലീസ് വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചുപേരെ. ഇത് മാത്രമല്ല, ഇതിലെ ഇപ്പോൾ തന്നെ ഏറ്റവും ഒരു വിഷമകരമായ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാത്താൻ സേവ നടത്തുന്ന പലരെയും ഈ പോലീസ് സംവിധാനങ്ങൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഒക്കെ അറിയാം. പക്ഷേ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഉന്നത ആൾക്കാരുമായി നല്ല ബന്ധങ്ങളും പിടിപാടുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ പിടിക്കപ്പെടാതെ സുരക്ഷിതരായി കഴിയുന്നത്. അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറയുന്ന വിവാഹം കഴിക്കാത്ത ഒരു യുവതികളായ പെൺകുട്ടികളെയാണ് ഇവരെ ഉപയോഗിക്കുന്നത്. ഈ പെൺകുട്ടികളെ ഒരിക്കലും ഇതിനു മുൻപ് കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഈ കുട്ടികളെല്ലാം തന്നെ വലിയ വീട്ടിലെ കുട്ടികളാണ്. വലിയ വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള ഉന്നതരുടെ മക്കള്, സമൂഹത്തിലെ നിലയും വിലയുമുള്ള ആൾക്കാരുടെ മക്കളാണ്, പെൺകുട്ടികളെയാണ് അവരിതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതും. അപ്പൊ ഇവരെല്ലാം, അതുപോലെ തന്നെ വീട്ടമ്മമാരും, ഈ വീട്ടമ്മമാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ നമ്മൾ വലിയത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ആദരവ് കൊടുക്കുന്ന വീടുകളിലെ സ്ത്രീകളാണ്. ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാര്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാര് സാമ്പത്തികമായിട്ട് അപ്പൊ ഇതൊന്നും തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റെന്തൊക്കെയോ ആണ് ആഗ്രഹിക്കുന്നത്. എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുർമന്ത്രവാദം ഉപയോഗിക്കുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും, സ്വന്തമായിട്ടുണ്ടാക്കാവുന്ന ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഉള്ളവര്, സമൂഹത്തിലെ നിലയും വിലയും പണവും ഉള്ളവര് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ടല്ലോ. ഇതിൽ ഈ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതൊക്കെ സത്യമാണോ അതോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ഫലിപ്പിച്ച് വെക്കുന്ന കാര്യങ്ങളാണോ എന്നറിയില്ല. ഇപ്പോൾ തന്നെ ഈ കേഡലിന്റെ മുറിയിൽ നിന്നും അതുപോലെ തന്നെ പ്രജിന്റെ മുറിയിൽ നിന്നും ഈ സാത്താന്റെ ചില രൂപങ്ങൾ കണ്ടെടുത്തിരുന്നു, ചില മാലകളിലും ലോക്കറ്റുകളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ മുൻപ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ കൊന്ത വാങ്ങാൻ പോകുമ്പോൾ ഈ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും പോയി കൊന്ത വാങ്ങരുത് എന്ന് പറയും. അതിനൊരു കാരണമായി പറയുന്നത്, അതായത് ഈ സാത്താന്റെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ചില കൊന്തകൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്. കുരിശ് തലതിരിച്ച് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. കുരിശ് തലതിരിച്ച് വെക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ നമുക്ക്
നമുക്ക് കേട്ടും കണ്ടും പരിചയമുള്ളത് കോൺജറിങ് പോലെയുള്ള സിനിമകളിലൊക്കെയാണ്. അതെ. അപ്പോൾ പക്ഷെ ആ അതുപോലെ സിനിമകളെല്ലാം ഉണ്ടാക്കിയത് ഇതുപോലുള്ള ഈ സങ്കല്പങ്ങളിൽ നിന്ന് കോൺജറിങ് തന്നെയാണ്. എന്ന് പറയുന്ന സിനിമ ചെയ്തിരിക്കുന്നത് അത് യഥാർത്ഥ കഥ വെച്ചിട്ടാണ് കോൺജറിങ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷെ മനുഷ്യനിലെ ഒരു ദ്വന്ദ്വ മുഖം അല്ലെങ്കിൽ ഒരു ദ്വന്ദ്വം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനഃശാസ്ത്രജ്ഞരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം മനഃശാസ്ത്രപരമായിട്ടും ഉണ്ട്. രണ്ട് വ്യക്തിത്വം കാണിക്കുന്നവര്, അങ്ങനെയുള്ള സംഭവങ്ങള്, അന്യനും റോമോയും പോലെയൊക്കെ ഉള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോ കേട്ടിട്ടുള്ള ചില സംഭവങ്ങളിൽ ഈ സാത്താൻ സേവക്കാർ ചെയ്യുന്നത്, മുൻപ് ഈ തിരുവോസ്തി എന്ന് പറയുന്നത് വളരെ അത് കൈകളിലായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീട് അത് കയ്യിൽ കൊടുക്കുന്നത് നിർത്തി. കാരണം ഇത് ഈ സാത്താൻ സേവ ചെയ്യുന്ന ആൾക്കാർക്ക് കൊണ്ടു കൊടുത്താൽ അവരിൽ നിന്ന് നല്ല പൈസ കിട്ടും. അവർ ഈ സാത്താൻ സേവ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ തിരുവോസ്തി, അതായത് ഇത് കർത്താവിന്റെ രക്തവും ശരീരവുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തിരുവോസ്തി എന്ന് പറയുന്ന അതിലെ ആ അപ്പം, അത് ഈ സാത്താൻ സേവയ്ക്ക് ഉപയോഗിക്കുന്നവർ സാത്താനെ പ്രീതിപ്പെടുത്താൻ ചെയ്തിരുന്നത് സ്ത്രീകളുടെ ആർത്തവ രക്തത്തിൽ മുക്കി ഇത് കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. അത്തരത്തിലാണ് ഈ ബ്ലാക്ക് മാസിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അത് വാസ്തവമാണോ എന്നൊന്നും അറിയില്ല. അതിനെ കുറിച്ചൊരു കഥ പറയുന്നത്, സ്വർഗത്തിൽ നിന്നും നിഷ്കാസിതനായിട്ടുള്ള ലൂസിഫറിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാ പറയുന്നത്. ഇപ്പൊ ലൂസിഫർ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഒരു പറ്റം ആൾക്കാരെ, ഇപ്പൊ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവവിശ്വാസമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര്. ഈ ദൈവത്തിനെ വിശ്വസിക്കുന്നതിന് പകരം ചെകുത്താനെ, ലൂസിഫറിനെ വിശ്വസിക്കുന്ന ഒരാൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ ലൂസിഫർ ഒരു പറ്റം ആൾക്കാരെ തനിക്ക് ചുറ്റും ഉണ്ടാക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി അവരുടെ ശൃംഖല വർദ്ധിപ്പിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് ഇതിന്റെ ഒന്നും സത്യം അറിയില്ല. ഇതൊന്നും നമ്മളൊരു അന്ധവിശ്വാസം പടച്ചു വിടുന്നതല്ല. പക്ഷെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ കേൾവിയുള്ള പല കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവരെല്ലാവരും തന്നെ, ഈ പ്രജനാണെങ്കിലും കേടലായാലും ഒക്കെ ചെയ്യുന്നത്, ഇതൊന്നും തന്നെ ഇവര് ചെയ്ത കുറ്റത്തിനുള്ള ന്യായീകരണങ്ങളൊന്നുമല്ല. ഇവര് ഇതിന്റെ മറവിൽ ഒരു വലിയ ക്രൂരകൃത്യം ചെയ്യുകയാണ്, സ്വന്തം അച്ഛനെയും അമ്മയും ഉൾപ്പെടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഇഷ്ടത്തിന് വിപരീതമായി നിൽക്കുന്ന ആരെയും കൊല്ലാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് ഇത്തരം സമൂഹത്തിന്റെ വിശ്വാസത്തെയാണ് അവര് വിലക്കെടുത്തിരിക്കുന്നത്. അതാണ് നടക്കുന്നത്. ഇവിടെ ഇവർക്ക് കിട്ടാൻ പോകുന്ന ഒരു പരിഗണനയുണ്ട്. അതായത് ഇവരെ അങ്ങ് മാനസിക രോഗികളായി ചിത്രീകരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതൊന്നും മാനസിക രോഗം കൊണ്ട് ചെയ്യുന്നതല്ല, നല്ല ബോധത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ നേടാൻ കഴിയും. അപ്പോൾ എന്തോ നേട്ടത്തിന് വേണ്ടിയാണ്, എന്തോ നേടിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതപ്പോ ഒരു മാനസിക രോഗമല്ല. കേടല് പറഞ്ഞത് പരകായ പ്രവേശം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഇതില് പുനർജീവിക്കുന്നതിന് വേണ്ടി ചെയ്തു എന്നൊക്കെ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ പരകായ പ്രവേശമെല്ലാം ചെയ്യുന്നവരുണ്ട്. ശ്രീബുദ്ധൻ ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസര് ചെയ്തിരുന്നു. അപ്പൊ ഇതെല്ലാം പറയുന്നത് പോലെ അപ്പൊ ഇതൊന്നും അസാധ്യമാണെന്ന് പറയുന്നില്ല. ഒരുപക്ഷെ ചെയ്യുന്ന മഹാസാധികൾ ഇപ്പോഴും ഒരുപക്ഷെ ഇത്തരം ഒരു കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു ദുഷ്പ്രവൃത്തിക്ക് വേണ്ടി ഇത്തരം വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെയോ കൂട്ടുപിടിക്കുക എന്നുള്ളത് ഒരു വളരെ മോശമായ കാരണം ചിന്തയാണ്. മനുഷ്യന് എത്രത്തോളം അവനവനെ മനസ്സിലാക്കാൻ കഴിയും, അവനവന്റെ ഒരു ശക്തി എത്രത്തോളം സ്വന്തമായി ബോധ്യപ്പെടാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ചില, അതായത് മനുഷ്യന് സാധ്യമല്ലാത്തതായിട്ടൊന്നുമില്ല. അവനവനെ സ്വന്തമായി അറിയാൻ നിങ്ങൾക്ക് പല ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട് എന്നറിയാം. അപ്പോൾ അതിന്റെ ശക്തി നമുക്ക് സ്വയം മനസ്സിലാക്കാൻ, നമ്മുടെ ചില കഴിവുകൾ സ്വയം മനസ്സിലാക്കാൻ നമുക്ക് തന്നെ കഴിയും. കാരണം നമ്മുടെ തലച്ചോറിന്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമേ നമ്മൾ ഇതുവരെ മനുഷ്യനെ ഉപയോഗിച്ചിട്ടുള്ളൂ. തീർച്ചയായും ഇനി വരുന്ന ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങിൽ നിന്നുമാണ് വികസിച്ചു വന്നതെന്ന് പറയുന്നത് പോലെ നമുക്കുള്ള കഴിവ്, പക്ഷേ സൂപ്പർമാൻ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ആയിട്ടായിരിക്കാം ഇനി നമ്മുടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള തലമുറ വരുന്നത്. അതായത് നമുക്കുള്ള കഴിവുകൾ അത് ഒരിക്കലും ദുരുപയോഗം ചെയ്യപ്പെടില്ല. ഇപ്പോൾ നമ്മൾ ഫോണിന്റെ കാര്യം തന്നെ പറയുന്നു. ഫോൺ ഉപയോഗിച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാം. പക്ഷെ അത് ഉപയോഗിച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് അത് ക്രിമിനലിസമായി മാറുന്നത്. ഇപ്പോൾ ഈ പ്രജിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ സ്ത്രീ അതാരാണ് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ അതിന്റെ താഴെ ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നതാണ്,
അതായത് മട്ടാഞ്ചേരിയിലെ സാത്താൻ സഭയിലെ ആൾക്കാരിൽ ആരെങ്കിലും ആകാം അത് വന്നത്. കാരണം ഈ മട്ടാഞ്ചേരിയിൽ സാത്താൻ സഭ എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്നുള്ളത് വളരെ പരസ്യമായ രഹസ്യമാണ്. അവിടെ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ് അവിടെ. കാരണം ആ നാട്ടുകാർക്ക് ആർക്കും അങ്ങനെ ഒരാളെ അറിയില്ല, അവരാരും അങ്ങനെ ഒരാളെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് വരുന്നു. മാത്രമല്ല പ്രജിൻ കൊച്ചിയിൽ പഠിക്കാൻ പോയതിനു ശേഷം തിരികെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പല മാറ്റങ്ങൾ അവനിൽ ഉണ്ടായതെന്ന് അമ്മ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കാരണം ഇതിന് പിന്നാമ്പുറത്ത് വലിയ ഏതൊക്കെയോ കണ്ണികളുണ്ട്, ഏതൊക്കെയോ ഒരു റാക്കറ്റ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രജിന്റെ നീക്കങ്ങളിൽ നിന്നും ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകളിൽ നിന്നും അതാണ് വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം. അങ്ങനെ ഒരു സംശയം പോലീസിന് ഉണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സംഘം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം. കാരണം ഇത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. കാരണം ശ്രദ്ധിച്ചോ, ഇതിൽ ഇങ്ങനെ ഒരു റാക്കറ്റ് ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ കൃത്യമായും വലയിൽ വീഴ്ത്തുന്നത് ചെറുപ്പക്കാരെയാണ്, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ. നമ്മുടെ നാട്ടിൽ അറിയാം, ജോലി ഇല്ലാതെ നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അഭ്യസ്തവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ളവർ. ഈ പണത്തിനും മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി അവരെയൊക്കെ വലയിലാക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ലക്ഷ്യം ഇത്തരം ഗൂഢമായ ലക്ഷ്യങ്ങളാണോ? കള്ളക്കടത്തോ മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? കൊള്ളയുമാണോ? ഇതിനെക്കുറിച്ചൊന്നും തന്നെ നമുക്കറിയില്ല. ഇനി ഇത്തരം കാര്യങ്ങളിൽ പഠിച്ച് അതിനെ തലതിരിഞ്ഞു വന്നിട്ടുള്ള ബുദ്ധിയിലാണോ ഈ കേടലും ഇയാളും പ്രജിത്തും എല്ലാം ഇത് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ വെച്ചു പുറപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം കുറ്റങ്ങൾ ചെയ്തവരെ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ പേര് പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞോ, അല്ലെങ്കിൽ ഭ്രാന്തിന്റെ പേര് പറഞ്ഞോ ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കരുത്. കാരണം ഇതിലിപ്പോൾ അമ്മ ഭയപ്പെടുന്നത് ഇവൻ പുറത്തിറങ്ങിയാൽ എന്നെയും എന്റെ മകളെയും കൊല്ലുമെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും നിയമത്തിന്റെ ആനുകൂല്യങ്ങളെങ്കിലും കിട്ടരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം കൂടി സമൂഹത്തോട് പറയാനുള്ളതാണ്. ഈ പ്രജിന്റെ വിഷയത്തിൽ തന്നെ 8 വർഷത്തോളമാണ് ആ അച്ഛനെയും അമ്മയെയും അടിമകളെ പോലെ ദ്രോഹിച്ചത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനത് സഹിച്ചു എന്നുള്ളതാണ്. കാരണം എന്താണ്, മകനെ കുറിച്ചുള്ള ഈ സംഭവങ്ങൾ പുറത്തുപോയി കഴിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേടുണ്ടാകും, സമൂഹത്തിൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അത്തരത്തിലുള്ള ചില ഭീതികൾ അവരെ വേട്ടയാടി. മാത്രമല്ല മകനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയം. അത്തരത്തിലുള്ള ഒരു മനോഭാവം കൊണ്ട് ഇരുന്നിട്ട് അവർക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത്? ആ ഒരു കുടുംബത്തിന്റെ സമാധാനം മൊത്തത്തിൽ ഇല്ലാതാകുന്ന, അവരെ മുഴുവൻ കൊന്നൊടുക്കാൻ മടിയില്ലാത്ത ഒരു മകനെ ആണ് അവർ വളർത്തി വലുതാക്കിയത് എന്ന് പറയേണ്ടി വരും. ദയവ് ചെയ്ത് നിങ്ങളുടെ കുടുംബങ്ങളിലെ ഈ സമൂഹത്തിൽ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇത്തരത്തിൽ മക്കളാൽ ദ്രോഹിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമ നടപടിക്ക് നിയമത്തിന് വിട്ടുകൊടുക്കുക. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2025 തുടങ്ങിയത് മുതൽ തന്നെ കൊലപാതകം, കഴുത്തറുത്ത് മകൻ കൊലപ്പെടുത്തി, മകൻ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ പോലീസിനെ വിവരം അറിയിക്കുക. ഈ അടുത്തുള്ള വീട്ടുകാർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പോലീസിനെ ദയവായി അറിയിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമായി പോയി. നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.